പാർലമെന്റ് ശീതകാല സമ്മേളനം നടക്കുകയാണ്. ഡിസംബർ 8-ന് ഒരു പ്രത്യേക ചർച്ച നടന്നു. അത് സാമ്പത്തിക ബില്ലിനെ കുറിച്ചോ വിദേശകാര്യ നയത്തെക്കുറിച്ചോ ഒന്നുമല്ല, ഒരു ഗീതത്തെക്കുറിച്ചാണ്. ഒരിക്കൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്ന ഗീതം. ഈ കവിതയിലെ വരികൾ ആഘോഷിക്കപ്പെടുകയും അതിനെക്കുറിച്ച് തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ചർച്ച ഒരു സ്മരണയായല്ല, വലിയ രാഷ്ട്രീയ ബലത്തോടെയാണ് ഉയർത്തിയിരിക്കുന്നത്. പഴയ വാദങ്ങളിലേക്ക് സർക്കാർ വാതിൽ തുറക്കുകയാണ്. പല ആളുകളും ചോദിക്കുന്നത്, ഇത് സ്വാതന്ത്ര്യ സമരത്തെ ഓർക്കുകയാണോ അതോ രാഷ്ട്രത്തിന് പുതിയ ഒരു മുഖം നൽകാനുള്ള ലക്ഷ്യമാണോ? ഇന്ത്യയുടെ മതേതരത്വ അടിസ്ഥാനത്തെ ഇതെങ്ങനെ ബാധിക്കും? ഇങ്ങനെ ഉയരുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തുവാൻ ഈ വീഡിയോയിലൂടെ പരിശ്രമിക്കാം. വന്ദേ മാതരത്തിന്റെ ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. 1870-കളിൽ ബങ്കിം ചന്ദ്ര ചാറ്റോപാധ്യായ രചിച്ച ഒരു കവിതയാണ് വന്ദേ മാതരം. 1882-ൽ പ്രസിദ്ധീകരിച്ച ആനന്ദ് മാർഗ് എന്ന നോവലിലാണ് ഈ കവിത ഉൾപ്പെടുത്തിയത്. കൊളോണിയൽ ഭരണത്തിനെതിരായുള്ള മുദ്രാവാക്യമായി ഈ ഗീതത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വീകരിച്ചു. പ്രതിരോധത്തിന്റെയും ഒത്തൊരുമയുടെയും ദേശീയബോധത്തിന്റെയും ചിഹ്നമായി ഈ ഗീതം മാറി. ഈ കവിതയ്ക്ക് 6 സ്റ്റാൻസകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മതസങ്കല്പങ്ങളും ഈ വരികളിൽ കൂട്ടിച്ചേർത്തു. ഹിന്ദു ദേവതകളായ ദുർഗ തുടങ്ങിയവ ചേർത്തത് നാടിന്റെ പവിത്രമായി കരുതുന്ന ഐതിഹ്യങ്ങളുമായി മുദ്രാവാക്യത്തെ കണക്കാക്കാനാണ്. എന്നാൽ ഇന്ത്യയിലെ നിരവധി മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ജനങ്ങളെ കണക്കിലെടുത്ത് മതേതരത്വത്തിന് കേടുവരുത്താതെ ദേശാഭിമാനം നൽകുന്ന ഈ കവിതയുടെ ആദ്യ 2 സ്റ്റാൻസകൾ മാത്രം ദേശീയ വേദികളിൽ ഉപയോഗിച്ചാൽ മതിയെന്ന് 1937-ൽ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന രാഷ്ട്രശില്പികൾ ഔദ്യോഗികമായി തീരുമാനിച്ചു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ചുരുക്കിയ ഈ ഭാഗം രാജ്യത്തിന്റെ ദേശീയ ഗീതമായി പ്രഖ്യാപിച്ചു. രാജ്യസ്നേഹത്തിന്റെയും ദേശാഭിമാനത്തിന്റെയും ചിഹ്നമായി ഈ ഗീതത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. അപ്പോൾ തന്നെ കവിതയിൽ നിന്ന് 2 സ്റ്റാൻസുകൾ മാത്രം ഔദ്യോഗികമാക്കിയതിലൂടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്താതെ നോക്കുകയും ചെയ്തു. അങ്ങനെ 3/4 നൂറ്റാണ്ടിലധികമായി പോരാട്ടത്തിന്റെ ഓർമ്മയായും ദേശീയ ബഹുമാനമായും സർവ്വ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയ വന്ദേ മാതരം രാജ്യത്തിന്റെ ചിഹ്നമായി തുടരുകയാണ്. എന്നാൽ തുടക്കം മുതൽ തന്നെ ഈ ഗീതത്തിന്മേൽ വലിയ തർക്കങ്ങളും വാദങ്ങളും ഉണ്ടായിരുന്നു. മാതൃഭൂമിയെ ദേവതയായി കണക്കാക്കുന്നത് ഏക ദൈവ വിശ്വാസമുള്ള സമൂഹങ്ങൾ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കവിതയുടെ ചുരുക്കിയ ഭാഗം മാത്രം ദേശീയ ഗീതമായി അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ ബഹുസ്വരതയുള്ള ഈ സമൂഹത്തിൽ എന്നും ഈ ഗീതത്തിന് 2 വ്യക്തിത്വം കണ്ടുവരുന്നുണ്ട്. ഇനി പാർലമെന്റിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് നോക്കാം. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം പ്രമാണിച്ച് 10 മണിക്കൂർ നീളുന്ന ഒരു പ്രത്യേക സംവാദം ഡിസംബർ 8-ന് ലോകസഭയും രാജ്യസഭയും ചേർന്ന സംയുക്ത സമ്മേളനത്തിൽ നടത്തി. ചർച്ച ആരംഭിച്ചുകൊണ്ടുള്ള പ്രഭാഷണം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഈ കവിതയ്ക്ക് ഉണ്ടായിരുന്ന പ്രാധാന്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹിന്ദു ദേവസങ്കല്പത്തെ ഉൾക്കൊള്ളുന്ന കവിതയിലെ ഒരു പങ്ക് 1937-ൽ നീക്കിയ പഴയ നേതാക്കളെ കോൺഗ്രസിനെ ഉന്നം വെച്ചുകൊണ്ട് കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ വിഭജനത്തിന് തന്നെ വിത്തുപാകിയത് ഈ പ്രവൃത്തിയാണെന്ന് മോദി വാദിച്ചു. തുടർന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ എഴുന്നേറ്റ് ഈ കവിതയിലെ മുഴുവൻ സ്റ്റാൻസകളും ദേശീയ ഗീതത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. സാംസ്കാരിക പൈതൃകം ഊട്ടിയുറപ്പിക്കുവാൻ വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഭാഗവും ആവശ്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഈ നീക്കം രാജ്യത്തിന്റെ തന്നെ വ്യക്തിത്വത്തെ പൊളിച്ചെഴുതാനുള്ള ശ്രമമാണെന്നും മതേതരത്വ ജനതയുടെ മേൽ ഹിന്ദു സാംസ്കാരിക പ്രതിബിംബങ്ങളെ പ്രത്യേക പദവി നൽകുന്നതിലൂടെ രാജ്യത്തെ പുതിയ ഒരു രീതിയിലേക്ക് നയിക്കുകയാണെന്നും എതിർപക്ഷം വിമർശിച്ചു. അങ്ങനെ ചരിത്രത്തിന്റെ സ്മരണ എന്ന പേരിൽ ആരംഭിച്ച സംവാദം മതേതരത്വത്തിന്മേലും വ്യക്തിത്വത്തിന്മേലും ദേശീയതയുടെ മേലുമുള്ള അണപൊട്ടിയ വികാരമായി മാറി. ഈ സംവാദത്തെ നാം സീരിയസ് ആയി കാണുന്നത് എന്തുകൊണ്ടെന്നും രാഷ്ട്രീയമായി ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നും ഇനി നോക്കാം. ഇതൊരു കവിതയെക്കുറിച്ച് മാത്രമുള്ളതല്ല. ഇന്ത്യയിൽ ദേശീയതയെ കാണുന്ന രീതി മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നതിന്റെ സൂചനയാണ്. ഒന്ന്, ഐതിഹ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. ഒരിക്കൽ വന്ദേ മാതരത്തിൽ നിന്ന് ഒഴിവാക്കിയ വരികൾ ഇന്ന് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് ചരിത്രപരം എങ്കിലും ആധുനിക ഇന്ത്യക്ക് ഒട്ടും ചേർന്നതല്ല. ദേശഭക്തി പ്രകടിപ്പിക്കുവാൻ നമ്മുടെ സ്ഥാപക നേതാക്കൾ മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആശയങ്ങൾ പൊളിച്ചെഴുതാനുള്ള ഒരു ഘടകമായി ഇതിനെ കാണാം. 2, സാംസ്കാരിക മേധാവിത്വം. മത ഐതിഹ്യ സങ്കല്പങ്ങളെ ദേശീയ ചിഹ്നങ്ങളിൽ മുൻഗണന നൽകുമ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത്. വിവിധ മതവിഭാഗങ്ങളുള്ള ഒരു ജനാധിപത്യത്തിൽ ദേശീയ വ്യക്തിത്വം ഒരു മതത്തിനോട് ഇതുമൂലം ചേർത്ത് വയ്ക്കപ്പെടും. 3, രാഷ്ട്രീയ ഘനീകരണം. ഭരിക്കുന്ന പാർട്ടിയെയും പിന്തുണയ്ക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം ഹിന്ദു പേരുകളുള്ള പൈതൃകം ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിലൂടെ രാഷ്ട്രീയ ധ്രുവീകരണമാണ് ലക്ഷ്യമിടുന്നത്. അതുവഴി ശരിയായ രാജ്യസ്നേഹികളും മറ്റുള്ളവരുമായ ഒരു വിഭജനം ഉണ്ടാകുന്നു. 4, മതേതരത്വ യോജിത അപ്രത്യക്ഷമാക്കുന്നു. ശക്തമായ നിയമങ്ങളിലൂടെയോ സാമൂഹിക നിബന്ധനകളിലൂടെയോ രൂപപ്പെട്ട മതേതരത്വമല്ല ഇന്ത്യയുടേത്. ഇത് നാനാത്വത്തെ പരസ്പരം ബഹുമാനിക്കുന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്.
ആശയങ്ങൾക്കപ്പുറം സഹോദര സ്നേഹികളായ ജനങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമയെയാണ് ഈ സംവാദം ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തെ ദുരുദ്ദേശമില്ലാത്ത ഒരു സാംസ്കാരിക ചർച്ചയായി കാണാൻ കഴിയില്ല. ഇന്ത്യ എന്ന ആശയത്തെയും വ്യക്തിത്വത്തെയും അതിന്റെ സ്ഥാപക ആശയത്തെയും മാറ്റി മറ്റൊരു ദേശീയതയായി ചിത്രീകരിക്കാനുള്ള പുറപ്പാടായി മാറുന്ന ഒരു കക്ഷി രാഷ്ട്രീയ നീക്കമാണിത്. ഈ സംവാദത്തിലുണ്ടായ വാദപ്രതിവാദങ്ങളും ആശങ്കകളും വിമർശകർ നൽകുന്ന സൂചനയും ഇനി പറയുന്നതാണ്. മതന്യൂനപക്ഷങ്ങളെ അകറ്റി നിർത്തിയുള്ള ഒരു മത സാംസ്കാരിക സ്വരൂപം നൽകാനാണ് വന്ദേമാതരത്തിന്റെ പൂർണ്ണ ഭാഗങ്ങളും ദേശീയ ഗീതത്തിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമെന്ന് ചില എംപിമാർ സഭയിൽ വാദിച്ചു. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് 1937 വന്ദേമാതരത്തിലെ 2 സ്റ്റാൻസുകൾ മാത്രം തിരഞ്ഞെടുത്തത് രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആശങ്കകൾ ഇല്ലാതെ ഈ ഗീതത്തെ ദേശീയതയുടെ അടയാളമായി ചേർത്ത് നിർത്താനാണ്. ഹിന്ദു സങ്കല്പങ്ങളെ പ്രകീർത്തിക്കുന്ന ഈ കവിതയുടെ പൂർണ്ണഭാഗം ഉൾപ്പെടുത്തുന്നതിലൂടെ സാമൂഹിക മുറിവുകൾ ഉണ്ടാക്കുമെന്നും രാജ്യസ്നേഹം എന്നത് ഒരു മതത്തെയും അതിലെ സങ്കല്പങ്ങളെയും ഐതിഹ്യങ്ങളെയും ആദരിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുമെന്നും വിമർശകർ പറയുന്നു. ഇന്ത്യയുടെ ബഹുസ്വരതയും മതേതരത്വവുമുള്ള സ്വരൂപത്തെ മാറ്റി പുതിയത് ഒന്ന് സ്ഥാപിക്കാനുള്ള നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഇതുമൂലം ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിന് തുല്യമാകും. മതസ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ അവർക്ക് പല കാര്യങ്ങളിലും ഏർപ്പെടുന്ന നിയന്ത്രണത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോഴാണ് മറ്റൊരു പ്രധാന നീക്കം കൂടി അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. വാദപ്രതിവാദങ്ങൾക്കിടയിൽ നിന്ന് ഇതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട എന്താണെന്ന് ഇനി നോക്കാം. ഒന്ന്, ദേശീയതയെ പൊളിച്ചെഴുതുക. സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായ മത ഐതിഹ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ ഭരിക്കുന്ന പാർട്ടി ഹിന്ദു സംസ്കാരത്തെ ദേശീയ വികാരത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറ്റുന്നു. 2, ധ്രുവീകരണത്തെയും ഭൂരിപക്ഷത്തെയും പിന്തുണയ്ക്കുന്നു. സാമുദായിക വ്യക്തിത്വത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഈ സമൂഹത്തിൽ ഈ ഒരു നീക്കം ഭൂരിപക്ഷ സമുദായത്തിന് പിന്തുണ നൽകാനുള്ളതായാണ് കാണാൻ കഴിയുന്നത്. 3, ഭരണത്തെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തുന്നു. രാഷ്ട്രീയ ശക്തിയെ സാമ്പത്തികമായി അല്ലെങ്കിൽ വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിനു പകരം സാംസ്കാരിക മതസ്വരൂപം നൽകുന്നതിലൂടെ സർക്കാർ ചർച്ചകളെ സർക്കാരിന്റെ വികസനങ്ങളിൽ നിന്ന് രാജ്യത്തെ കാണുന്ന ആശയങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നു. ഈ കാര്യം ചർച്ചയാകുന്നതിലൂടെ പ്രയോജനപ്പെടുന്നത് തങ്ങൾക്കാണെന്ന് ഭരിക്കുന്ന പാർട്ടിക്ക് അറിയാം. 4, ദീർഘകാല പദ്ധതിയായി കാണുന്ന രാജ്യത്തിന്റെ ഘടനയിൽ ഉണ്ടാക്കുന്ന മാറ്റം. മതവിരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയ ചിഹ്നങ്ങളെ മാറ്റി ഭൂരിപക്ഷ മതവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റുന്നത് ഒരു ദീർഘകാല പദ്ധതിയാണ്. ഇത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെയും നയത്തെയും വിദ്യാഭ്യാസത്തെയും സാമൂഹിക ചിന്താഗതികളെയും പൊളിച്ചെഴുതും. രാജ്യത്തെ മതതരത്വത്തിനും നാനാത്വത്തിനും ഒത്തൊരുമയ്ക്കും ഇതുമൂലം ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ഇനി നോക്കാം. ഈ ഒരു സംവാദം മൂലം വന്ദേമാതരം പൂർണ്ണമായി ഉൾപ്പെടുത്താനോ മതസങ്കല്പങ്ങളെ ഔദ്യോഗികമായി മുൻഗണന നൽകാനോ കഴിയുന്നെങ്കിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. മിശ്രമായ വിശ്വാസങ്ങളും നിരവധി ഭാഷകൾ ഉള്ള ഇന്ത്യയിൽ ഒരു സംസ്കാരത്തെ മാത്രം ഉറപ്പിക്കുന്ന ഈ പ്രസ്താവനകൾ അംഗീകരിക്കുവാൻ വലിയ സമ്മർദ്ദമുണ്ടാകും. ദേശസ്നേഹത്തിന്റെ ഔദ്യോഗിക നിർവചനത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പുറത്താക്കപ്പെട്ടവരാകും. ദേശീയ സമൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വ്യക്തിത്വത്തെ മാറ്റി സാംസ്കാരിക ഭൂരിപക്ഷത്തിന്റെ വ്യക്തിത്വം നൽകും. രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയും വ്യത്യാസവും ദേശവിരുദ്ധ വികാരമായി കാണപ്പെടും. ഇത് ബഹുസ്വരതയുടെയും സംവാദങ്ങളുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള ഇടത്തെ പരിമിതപ്പെടുത്തും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഇത് വെറും ഒരു കവിതയുടെ കാര്യമല്ല, ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ആത്മാവിന്റെ വിഷയമാണ്. മതതരത്വം സംരക്ഷിക്കുവാൻ പൗരന്മാരും സമൂഹവും പ്രതിപക്ഷവും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. 1, മുദ്രാവാക്യത്തിനു മീതെ അവബോധം ജനങ്ങളിൽ ഉണ്ടാകണം. വന്ദേമാതരത്തിന്റെ ഒരു ഭാഗം മാത്രം ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ കാരണം എന്തെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. സാമൂഹിക തത്വത്തിനുമേൽ വികാരപരമായ കാര്യങ്ങൾ കടന്നു കയറുവാൻ അനുവദിക്കരുത്. 2, ഭരണഘടനാപരമായ ഐഡന്റിറ്റിക്ക് വേണ്ടി പൊരുതുക. മതവിരുദ്ധം ഒരു നിയമമല്ല, അത് സാമൂഹികമായ ഒരു പ്രതിജ്ഞയാണ്. രാഷ്ട്രീയ ജനപ്രതിനിധികളിൽ നിന്ന് ഇൻക്ലൂസീവായ ആവശ്യം സഭകളിൽ ഉണ്ടാകണം. 3, സാമൂഹിക ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഇടത്തിലേക്ക് എത്തണം. എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള കല, സാഹിത്യ, ശബ്ദങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഭൂരിപക്ഷ സംസ്കാരത്തെ അല്ല, നാനാത്വത്തെ ആഘോഷമാകണം. 4, രാഷ്ട്രീയ നിരീക്ഷണം. സാംസ്കാരിക മേധാവിത്വം എന്ന ആശയം മുറുകെ പിടിക്കുന്നവർക്കല്ല, സാമുദായിക സമത്വം മുൻനിർത്തുന്നവർക്ക് വോട്ട് ചെയ്യുക. ശരിയായ ദേശീയത നീതിയിലും സ്വാതന്ത്ര്യത്തിലും ഓരോ ഇന്ത്യക്കാരനെയും ബഹുമാനിക്കുന്നതിലൂടെയുമാണ് ഉണ്ടാകുന്നത്. ഈ വർഷം നടന്ന വന്ദേമാതരത്തെ കുറിച്ചുള്ള പാർലമെന്റിലെ സംവാദം ദേശീയ ഗീതത്തെ ഓർമ്മിപ്പിക്കുന്ന നല്ല ഉദ്ദേശത്തോടെ തുടക്കത്തിൽ കണ്ടുവെങ്കിലും തുടർന്നു വന്ന ചർച്ചകൾ മറ്റൊരു തലത്തിലേക്ക് അതിനെ നയിച്ചു എന്ന് പറയാൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇന്ത്യയുടെ തന്നെ കാഴ്ചപ്പാട് മാറ്റുന്ന തലത്തിലേക്ക് ചർച്ച നീണ്ടുപോയി. ഒരു സമുദായത്തെ ദേശീയമായി ചിത്രീകരിക്കുകയും ന്യൂനപക്ഷ സമുദായങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പരോക്ഷമായ നയമാണ് പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
ഇന്ത്യ പോലെ ബഹുസ്വരതയും മതേതരത്വമുള്ള ഈ രാജ്യത്തിൽ ഏകത്വത്തിന്റെ വില വളരെ വലുതാണ്. ഈ വീഡിയോയിലൂടെ ദേശീയ തലത്തിൽ രാഷ്ട്രീയമായി എന്ത് സംഭവിക്കുന്നെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ സംവാദത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ദേശീയതയെ സാമുദായിക ഐതിഹ്യങ്ങളോട് ചേർത്ത് വെക്കണോ, അതോ സ്ഥാപക നേതാക്കൾ അംഗീകരിച്ച എല്ലാ സമുദായങ്ങളെയും തുല്യമായി കാണുന്ന ദേശീയത മതിയോ? നിങ്ങളുടെ അഭിപ്രായം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാഷ്ട്രീയ നിരീക്ഷണം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.